അസ്സലാമു അലൈക്കും. പുണ്യവാസ രാവുകളിലേക്ക് ഏവർക്കും സ്വാഗതം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വീണ്ടും ഒരു റമദാൻ. ഇന്ന് നിലനിൽക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഖുർആൻ മാത്രമാണ് സ്വയം ദൈവികം എന്നറിയപ്പെടുന്ന ഏക ഗ്രന്ഥം. അവതരിക്കപ്പെട്ട രൂപങ്ങളിൽ എന്നും നിലനിൽക്കുന്ന ഏക ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആന്റെ വിവിധ തലങ്ങളിലേക്ക് മൗലവി ബഷീർ മുഹീദ്ദീൻ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം ഒരിക്കൽ കൂടി വിശുദ്ധ റമദാനിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ദീർഘനാളത്തെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ ഈ പുണ്യനാളുകളിൽ നാം അനുഭവിക്കുന്നത്. റമദാനും ഖുർആനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെയാണ് നമ്മെ ഉണർത്തുന്നത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസം, ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത്. ഹുദൽ ലിന്നാസ്, അത് മനുഷ്യ സമൂഹത്തിന് മാർഗദർശകമാണ്. വ ബയ്യിനാത്തി മിനൽ ഹുദ, സന്മാർഗത്തിൻ്റെ വിശദാംശങ്ങളുമാണ് എന്ന് അള്ളാഹു ഖുർആനിനെ കുറിച്ച് പറയുന്നു. അതിനാൽ റമദാനിൻ്റെ ഏറ്റവും വിശിഷ്ടമായ മഹത്വം ഖുർആൻ അവതരിച്ച മാസം എന്നത് തന്നെയാണ്. ആ മാസത്തിൽ നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുവിൻ എന്ന് ചേർത്ത് പറയുന്നുണ്ട്. ഈ മാസത്തിന് സാക്ഷിയാകുന്നവർ വ്രതം അനുഷ്ഠിച്ചു കൊള്ളട്ടെ. എന്താണ് ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം? റമദാൻ മാസം, വിശുദ്ധ ഖുർആൻ, അതേപോലെ തന്നെ വ്രതാനുഷ്ഠാനം. ഖുർആനിക അധ്യാപനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാൻ വേണ്ടി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ജീവിത പശ്ചാത്തലങ്ങളെയും പാകപ്പെടുത്തിയെടുക്കുക, മെരുക്കിയെടുക്കുക എന്നതാണ് റമദാനും വ്രതാനുഷ്ഠാനവും തമ്മിൽ, ഖുർആനും വ്രതാനുഷ്ഠാനവും തമ്മിൽ ഉള്ള പരസ്പര ബന്ധം എന്ന് മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആൻ നാം മനസ്സിലാക്കിയ പോലെ മാനവ സമൂഹത്തിന് മുഴുവനും സത്യത്തിലേക്കും നന്മയിലേക്കും നീതിയിലേക്കും എത്തിച്ചേരുവാനുള്ള ഏറ്റവും മഹത്തരമായ മാർഗമാണ്. ഖുർആൻ മനുഷ്യൻ്റെ വ്യക്തി, കുടുംബ, സാമ്പത്തിക, സാമൂഹിക മേഖലകളെ എല്ലാം സ്പർശിക്കുന്ന ഒരുപാട് വിധിവിലക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവ പ്രയോഗവൽക്കരിക്കുവാൻ വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുക എന്നതാണ് ഖുർആനും വ്രതാനുഷ്ഠാനവും തമ്മിലുള്ള പരസ്പര ബന്ധം എന്ന് മനസ്സിലാക്കാം. ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് തലങ്ങൾ, മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും, അതേപോലെ കുടുംബപരവും സാമ്പത്തികവും സാമൂഹികവും അതുപോലെ തന്നെ ഭരണപരവും, ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് ഖുർആൻ നമ്മെ ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവയെല്ലാം പ്രയോഗവൽക്കരിക്കുവാൻ വേണ്ടി മനുഷ്യ മനസ്സിനെ പാകപ്പെടുത്തുക എന്നതാണ് റമദാനും ഖുർആനും തമ്മിലുള്ള ബന്ധം എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് റമദാനിൽ പ്രത്യേകിച്ചും രാത്രിവേളകളിൽ ഖുർആൻ പാരായണം ചെയ്യണം, ദീർഘനേരം പാരായണം ചെയ്ത് നമസ്കരിക്കണം, അതേപോലെ തന്നെ പകൽ വേളകളിലും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടിരിക്കണം. അത് പാരായണത്തോടൊപ്പം തന്നെ നാം അതിൻ്റെ അർത്ഥവും ആശയവും ഗ്രഹിക്കുമ്പോഴാണ് ജീവിതവുമായിട്ട് അതിനെ നമുക്ക് ബന്ധിപ്പിച്ച് നിർത്താൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 23 വർഷക്കാലം കൊണ്ടാണല്ലോ ഖുർആൻ അവതീർണമായത്. ആ 23 വർഷക്കാലം കൊണ്ട് അവിടുന്ന് ഒരു സാമൂഹിക വ്യവസ്ഥിതി തന്നെ കെട്ടിപ്പടുക്കുകയുണ്ടായി. ലോകത്തിന് എന്നും മാതൃകയാക്കാൻ കഴിയുന്ന നീതിയും സത്യവും സഹാനുഭൂതിയും സ്നേഹവും കാരുണ്യവും എല്ലാം പുലർന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഒരു സുവർണ യുഗമായിരുന്നു അത്. അതിൻ്റെ തുടർച്ച ഇനിയും ലോകാവസാനം വരെയും സംഭവിച്ചു കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രചോദനമാണ് ഓരോ റമദാനും നമ്മിൽ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ വിശുദ്ധ ഖുർആനുമായി ആത്മബന്ധം സ്ഥാപിച്ചുകൊണ്ടും അനുഗ്രഹീതമായ റമദാനിൽ വ്രതമനുഷ്ഠിച്ചുകൊണ്ടും കൂടുതൽ ജീവിതത്തെ സുന്ദരമാക്കി അള്ളാഹുമായി ആത്മബന്ധം സ്ഥാപിച്ച് അതോടൊപ്പം തന്നെ അവൻ്റെ സൃഷ്ടികളോട് ഏറ്റവും കാരുണ്യത്തിലും സ്നേഹത്തിലും വർത്തിച്ചുകൊണ്ട് നമുക്ക് ഈ പരിശീലനത്തെ കൂടുതൽ ധന്യമാക്കി മാറ്റാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഖുർആനിൻ്റെ വചനങ്ങൾ അവതരിച്ചിരിക്കുന്നത് ജീവിതത്തിലേക്ക് വെളിച്ചം വീശാനാണ്. പുണ്യമാസരാവ് അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.